Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ചായക്കടയിൽ കയറി ജീവനക്കാരനെ തല്ലിച്ചതച്ചയാൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് വ്യാപാരികൾ അങ്കമാലി മർച്ചന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അതിദാരുണമായ ഒരു സംഭവത്തിൽ പ്രതിഷേധിക്കാൻ തികച്ചും സമാധാനപരമായി ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു യോഗത്തിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത്. മൈൻഡ് ഓഫ് അങ്കമാലി എന്ന ചാനലിലൂടെ ഒരു പക്ഷേ ആളുകളെല്ലാം തന്നെ ഈ ക്രൂരമായ ആക്രമണം നേരിട്ട് കണ്ടവരാണ്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കടിക്കു പകരം ഇടി എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഇടിക്കു പകരം ഈ കടി ഇനി വിൽക്കണോ വേണ്ടേ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്കമാലി പ്രദേശത്തെ മുഴുവൻ വ്യാപാരികളും ഇത്തരത്തിലുള്ള ആക്രമണത്തിനെതിരായി, സ്വന്തം സഹോദരനെതിരായി അവരുടെ ഒരു സഹോദരി നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം ചെയ്തുകൊണ്ട് ഞങ്ങളെ വെല്ലുവിളിച്ച് നടക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ കച്ചവടം അങ്കമാലിയിൽ നടക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള കരുത്തും തൻ്റെ ഇടവും ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ബോധിപ്പിക്കാനാണ് ഞങ്ങൾ ഈ സമരവുമായി വന്നത്. അതുപോലെ തന്നെ 81 ഏകോപന സമിതി രൂപീകരിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ കടകളിൽ ഇതുപോലുള്ള ആക്രമണ പരമ്പരകളുമെല്ലാം നടന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതുപോലൊരു ആക്രമണം നടത്തിയാൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏറ്റവും സമാധാനപരമായി നടത്തുന്ന ഈ സമരത്തെ തുടർന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഈ ദാരുണമായ ആക്രമണത്തിനെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി നിങ്ങൾ സ്വീകരിക്കണം. വ്യാപാരിക്ക് രാത്രി 10 മണിക്കും 10:30 മണിക്കും അവന്റെ വ്യാപാര സ്ഥാപനം തുറന്നിരിക്കാൻ കഴിയുന്ന സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും സമാധാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും എല്ലാം നേരിടാനുള്ള കരുത്തും ചങ്കൂറ്റവും ഇന്ന് ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഞങ്ങൾ അത് ഏറ്റെടുക്കേണ്ടി വരും. അതിലേക്ക് ഞങ്ങൾ നയിക്കരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല വ്യാപാരികൾ. ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ വ്യാപാരിക്ക് അവന്റെ ഉപഭോക്താവിനോട് വ്യാപരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടത് ഒരു സമാധാനമുള്ള നാടിന്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര സ്ഥാപനത്തിൽ കടന്നു കയറിയ ആക്രമണത്തിനെതിരായി മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇനിയൊരു സ്ഥാപനത്തിൽ ഈ ആക്രമണം ഉണ്ടാകരുത്. ആരെങ്കിലൊക്കെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് അവർ കേൾക്കുമ്പോൾ അവരോട് തന്നെ വിളിച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഇതുപോലെ എന്നും സമാധാനത്തിൽ കൈകെട്ടിയിരുന്ന് യോഗം നടത്താൻ മാത്രമല്ല ഞങ്ങൾക്കറിയാവുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സമീപനത്തിലേക്കൊന്നും പോകാതെ ഈ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടണം. ഒരു സഹോദരി നടത്തുന്ന സ്ഥാപനത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം അഴിച്ചുവിടുമ്പോൾ അതിന് മാതൃകാപരമായ ഒരു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്, വ്യാപാരിയോടുള്ള വെല്ലുവിളിയല്ല എന്ന നിലയിൽ അത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിയമപരമായ ഏതറ്റം വരെയും ഈ യൂണിറ്റിന് വേണ്ടി ഇതിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകാൻ കൂടിയാണ് ഈ ധർണാ സമരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിക്കാനുള്ളത്, ഇതെത്രയും പെട്ടെന്ന് മാതൃകാപരമായി ഈ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി കഠിനമായ വകുപ്പുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് ശിക്ഷാ നടപടി നടത്താൻ വേണ്ടി തയ്യാറാകണം. അല്ലാത്ത പക്ഷം തുടർച്ചയിൽ ഈ സമരം ഇന്നിവിടെ വളരെ സമാധാനപരമായി ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളോ ഏറ്റവും ചുരുങ്ങിയ ആളുകളെ കൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ അത് തുടർച്ചയിൽ മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റിയും ഏറ്റെടുത്തുകൊണ്ട്
വലിയൊരു സമരത്തിന്റെ തുടക്കമായി ഇതിനെ നിങ്ങൾ കാണണം എന്ന് മാത്രം പറഞ്ഞു ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച ഈ യൂണിറ്റിന്റെ മുഴുവൻ ഭാരവാഹികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തോടൊപ്പം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞ് ഔപചാരികതയുടെ പേരിൽ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് മനോരമയിൽ വന്ന ക്യാപ്ഷൻ ഇതാണ്, കടിക്ക് വേണ്ടി ഇടി എന്നുള്ളൊരു ക്യാപ്ഷനോട് കൂടി വളരെ മനോഹരമായിട്ട് മാന്യമായിട്ട് കച്ചവടം ചെയ്തിരുന്ന ഒരു ഇടപാടുകാരൻ ക്രൂരനായി മാറിയ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവൻ്റെ ഓർഡർ കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ എന്ത് അക്രമം കാണിക്കാവുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് അവൻ്റെ ആ ക്രിമിനൽ സ്വഭാവം രംഗത്ത് വന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി ഈ സ്ഥാപനത്തിൽ നമ്മുടെ മെമ്പറായ ടോമിയുടെ ഭാര്യയാണ് ഈ സ്ഥാപനം പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈക്കാരൻ വന്നുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അവിടെ സപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ചായയും കടിയുമാണ് ഇവിടെ പ്രധാനമായിട്ട് വിൽക്കുന്നത്. ഇതിന് കടികൾ ഉണ്ടാക്കാനായിട്ട് ഇവിടെ സ്റ്റാഫുണ്ട്, അവർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും അത് ആവശ്യത്തിന് തികയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കടികൾ വാങ്ങേണ്ട അവസ്ഥ കൂടി ഈ സ്ഥാപനത്തിനുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ നിന്ന് ഈ പറഞ്ഞ കടി അല്ലെങ്കിൽ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഇവിടുത്തെ പ്രൊഡക്ഷൻ ആവശ്യത്തിന് കൂടുകയും വ്യാപാരം കുറയുകയും ചെയ്യുന്നൊരവസ്ഥയിൽ ഇദ്ദേഹത്തിന് നിന്ന് ആവശ്യത്തിലധികം സാധനം വാങ്ങാൻ സാധിക്കുന്നില്ല. ഈ കാര്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ നടന്ന ഈ അക്രമത്തിൻ്റെ പശ്ചാത്തലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വ്യാപാരി ഇവിടെ വ്യാപാരം ചെയ്യുന്നത് അവൻ്റെ ഉപജീവനത്തിന് വേണ്ടിയാണ്. അവൻ്റെ ഭാര്യ നമ്മുടെ സഹോദരിയാണ് ഈ വ്യാപാരം ചെയ്യുന്നത്. രാത്രി 10 മണി 11 മണി വരെ ഈ വ്യാപാരം ചെയ്യുന്നത് അവൻ്റെ ഉപജീവനത്തിന് വേണ്ടിയാണ്. ആ ഉപജീവനത്തിന് വേണ്ടി വ്യാപാരം നടത്തുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളെ സഹായിക്കാനും അതുപോലെ തന്നെ ആ വ്യാപാരത്തിന് ഉന്നതി കിട്ടാനും വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കുൽസിത പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ മൈൻഡ്സ് ഓഫ് അങ്കമാലിയിൽ കണ്ട പോലെ അതിൽ അവനെ അടിക്കുന്ന സീൻ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ രീതിയിൽ അവന് ചോദിക്കാം, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇതിങ്ങനെ ഒരു തല്ലിലൂടെയാണോ ഈ കാര്യങ്ങൾ നടത്തേണ്ടത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയും സംസ്ഥാനവും യൂണിറ്റും നിയോജകമണ്ഡലം എല്ലാം തന്നെ നമ്മൾ വ്യാപാരികളെ എപ്പോഴും എല്ലാ കാര്യത്തിലും സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇത്തരം പ്രതിഷേധങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ മുന്നോട്ട് പോകാറുള്ളൂ. കാരണം എന്താ, ഇവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ് സംഘടന എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ ഒരു പ്രതിഷേധ യോഗമായിട്ട് മുന്നോട്ട് പോകാൻ ഇടയായത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതുപോലെ തന്നെ ഇത്തരം അക്രമങ്ങൾ അങ്കമാലിയിൽ നടക്കാൻ പാടില്ല, കേരളത്തിൽ നടക്കാൻ പാടില്ല, എറണാകുളം ജില്ലയിൽ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സമര പരിപാടിയായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, 65-66 വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലിയിൽ വ്യാപാരികൾ സംഘടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഒരു ചുമട്ടുകാരിൽ നിന്ന് വ്യാപാരികൾക്കുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികൾ 65 വർഷങ്ങൾ ഏകോപന സമിതി ഉണ്ടാകുന്നതിന് 10-15 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അങ്കമാലിയിൽ ഇങ്ങനൊരു സംഘടന പ്രവർത്തിച്ചു. വ്യാപാരികളെല്ലാവരും കൂടി യോജിച്ചു. ചുമട്ടുകാരിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ആ ചുമട്ടുകാരെല്ലാവരും തന്നെ ആ തൊഴിലാളികളെല്ലാം തന്നെ വ്യാപാരികളുമായിട്ട് വളരെ യോജിച്ചും വളരെ സന്തോഷത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഇത്തരം ഗുണ്ടകളുടെ ആക്രമണങ്ങൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെയെല്ലാം പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് ഞങ്ങൾക്കൂടെ പറയാനുള്ളത്. നമുക്കറിയാം, ഇവിടെ 4 വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഈ 4 വകുപ്പുകളിൽ ഇവിടെ അതിക്രമിച്ച് കയറി, അസഭ്യം പറഞ്ഞു, സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി, ഇതെല്ലാം വകുപ്പുകൾ ഉണ്ടായിട്ട് പോലും ഈ സമയത്ത് പോലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് പോലീസിൻ്റെ അനാസ്ഥയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഈ രീതിയിൽ അനാസ്ഥയായിട്ട് മുന്നോട്ട് പോയാൽ ഇവിടെ ഉദ്ഘാടകനായ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഇവിടെ ഒരു അങ്കമാലി മർച്ചൻസ് യൂണിയൻ മാത്രമല്ല, ഇവിടെയുള്ള 200ഓളം കച്ചവടക്കാർ മാത്രമല്ല, ഈ മണ്ഡലത്തിൽ 23 യൂണിറ്റുകളും അതുപോലെ തന്നെ ജില്ലയിലെ 250ഓളം യൂണിറ്റുകളും സംസ്ഥാനത്തെ 4000ഓളം യൂണിറ്റുകളും അതിലുള്ള ലക്ഷക്കണക്കിന് വ്യാപാരികളും ഈ വിഷയത്തിന്റെ കൂടെ നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്നൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ ജില്ലയുടെയും ഭാരവാഹികളും മറ്റും സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും
എന്നെ സംബന്ധിച്ചോളം ഞങ്ങളുടെ യൂണിറ്റിൻ്റെ 25 വർഷമായിട്ട് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ മെമ്പറും ഈ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി വ്യാപാരം നടത്തുന്ന ആളാണ്. ഒരു 10 മാസമായുള്ളൂ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടീ ഷോപ്പ് നടത്തുവാൻ പുള്ളി നടത്തുകയും അതിൽ പുള്ളിയുടെ വ്യാപാരത്തിനനുസരിച്ച് താൻ ഓർഡർ കൊടുക്കുന്ന സ്ഥലത്ത് ഓർഡർ കുറഞ്ഞു പോയി എന്നുള്ളതിൽ ഒരു രാത്രി ഒരു 9:45 കൂടി തന്നെ വന്ന് ലേഡി നടത്തുന്നതായ സ്ഥാപനത്തിൽ വന്ന് അതികൂരമായി മർദ്ദിക്കുകയും അതേ ഉള്ളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വരെ സ്ഥിതി എത്തുകയും ചെയ്തു. ഈ സാഹചര്യം കേരളത്തിലെ വ്യാപാരികൾക്ക് ഇനി ഉണ്ടാകുവാൻ പാടില്ല. അതിനെതിരെ പ്രതിഷേധമാണ് ഇന്ന് ഈ യൂണിറ്റിൽ നടത്തിയത്. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു 23 യൂണിറ്റുകളുണ്ട്. അവിടെയും ഞങ്ങൾ ഇതിന് തക്കതായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ സമരവുമായി മുമ്പോട്ട് പോകും. 23 യൂണിറ്റ് മാത്രമല്ല, ജില്ലയും സംസ്ഥാനത്തൊട്ടാകെ ജില്ലയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇതിനു വേണ്ട നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു. ഇത് സമരമായി ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. ഇതിനെ കണ്ട ഈ വന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് നിയമനടപടിയിലായി മുമ്പോട്ട് മാത്രം പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ തന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും കൂടി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് യൂണിറ്റിൻ്റെയും നിയോജക മണ്ഡലത്തിൻ്റെയും ജില്ലയുടെയും എല്ലാ പിന്തുണയും ഈ സ്ഥാപനത്തിനുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഒരു സഹോദരി നടത്തുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് രാത്രി 10 മണിയോടടുത്ത് അവിടുത്തെ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുകയും അകാരണമായി മർദ്ദിക്കുകയും ചെയ്ത ഈ നടപടി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന പാടില്ല. ഇതേപോലെയുള്ള പ്രവൃത്തികൾ മേലിൽ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഇതേപോലെ ഞങ്ങൾ മർച്ചൻ്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും. അത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായിട്ട് കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സിനിമയല്ല ജീവിതം. സിനിമയിൽ നമ്മൾ കാണും മോഹൻലാൽ വന്ന് കൈയൊക്കെ ചുട്ടി വെച്ച് ഇടിക്കണത്, അതുപോലെ മമ്മൂട്ടി മുണ്ട് മടക്കി കുത്തി ഇടിക്കണു, രജനീകാന്ത് 2 കാലും വീശി ഇടിക്കണു. ഇതൊക്കെ സിനിമയിൽ മാത്രം മതി. ജീവിതത്തിൽ ഒരാൾക്ക് നേരെ കൈ പൊക്കരുത്. പൊക്കിയാൽ നമ്മുടെ സംസ്കാരം, നമ്മൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നതും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ മറ്റൊരാളുടെ നേരെ നമ്മൾ കൈ ഓങ്ങരുത്. എന്താണ് സംഭവിക്കുന്നത്? ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനെ മറ്റൊരാൾ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ജോലിക്കാരൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുകയാണ്. ആദ്യത്തെ കാര്യം അതാണ്. അവൻ്റെ ആരോഗ്യം നശിക്കുന്നു, അവൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുന്നു. അതുപോലെ ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തി നമുക്കറിയാം, വ്യാപാരി എന്ന് പറയുമ്പോൾ അവൻ മൂലധനം കണ്ടെത്തി, തൊഴിൽ കണ്ടെത്തി, ടാക്സ് അടച്ച്, തൊഴിലാളികളെ കണ്ടെത്തി, വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിലെ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ആ ഉടമയ്ക്കുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മൈൻഡ് ഓഫ് അങ്കമാലിയുടെ ചാനലിൽ സിനിമയല്ല യാഥാർത്ഥ്യം നമ്മൾ കണ്ടു. ഒരു തൊഴിലാളിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. അതും ആരെ മർദ്ദിക്കണേ? ഈ സ്ഥാപനം കൊണ്ട് ജീവിക്കുന്ന, ഇവിടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ കൈയെടുത്ത് അടിക്കുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതൊരിക്കലും നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല. ഇനി നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, പോലീസുണ്ട്. നമുക്കറിയാം, പോലീസ് വരും, നോക്കി കാര്യങ്ങളൊക്കെ പോകും. 3-4 ദിവസം കഴിയുമ്പോൾ കോംപ്രമൈസ് എന്ന് പറയും, ഇത് അവസാനിപ്പിക്കും. ഇത് പോരാ. ആര് തെറ്റ് ചെയ്താലും അവൻ ശിക്ഷിക്കപ്പെടണം. അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്കമാലിയിലെ മുഴുവൻ വ്യാപാരികൾക്കും വേണ്ടി ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളുടെ അങ്ങേയറ്റം കാണുന്നവരെ ഞങ്ങൾ ശക്തമായിട്ട് ഇതിനു വേണ്ടി നിൽക്കും. ഈ അങ്കമാലി മർച്ചൻസ് യൂണിയൻ്റെ അംഗമായ ഈ ഷോപ്പിലുണ്ടായ മദ്രാസ് കോഫി ഹൗസിലുണ്ടായ സംഭവത്തെ അപലപിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. ഇനിയും ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്ത് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പട്ടണത്തിലുണ്ടായ, പ്രത്യേകിച്ച് നമ്മളിരിക്കുന്ന ഈ തൊട്ട് പിന്നിലുള്ള സ്ഥാപനത്തിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ള ഈ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ വ്യാപാരികൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മല്ലടിച്ചുകൊണ്ടാണ് ഇന്ന് വ്യാപാരം നടത്തുന്നത്. നമുക്കറിയാം, ഒട്ടേറെ വിഷയങ്ങളാണ് നമ്മുടെ വ്യാപാര മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി
വ്യാപാരികൾക്ക് മാത്രമല്ല, പൊതുവെ കെട്ടിടം വാടകയ്ക്ക് നൽകി ജീവിക്കുന്നവർക്ക് ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഈ വിഷയം, കെട്ടിട വാടകയ്ക്ക് മേൽ 18% GST ചുമത്തിക്കൊണ്ട് GST കൗൺസിലിന്റെ പുതിയ ഉത്തരവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വളരെയേറെ അപലപനീയമാണ് ഈ വിഷയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് അങ്കമാലി പോലീസ് എടുക്കുമെന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും മാതൃകാപരമായ ഒരു തരത്തിലുള്ള ശിക്ഷാ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലാ യൂത്ത് വിങ്ങിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ അങ്കമാലി മർച്ചന്റ്സ് യൂണിയന്റെ പരിപാടികൾക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ സംഭവം കേട്ടപ്പോൾ തൊടി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കടയിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇത് ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പറ്റില്ല. വ്യാപാരി സ്വസ്ഥമായിട്ട് തൊഴിൽ ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി അന്യൻ വിളയാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമുക്ക് ശക്തമായി ഇതിനെ നേരിടണം. എന്നാൽ തന്നെയാണ് നമ്മുടെ വ്യാപാരി സമൂഹം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മുടെ വ്യാപാരികൾക്ക് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ സംഘടന തന്നെ വളരെ താഴോട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ ഈ സംഭവം വളരെ നല്ല രീതിയിൽ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. എല്ലാ വ്യാപാരികൾക്കും ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ വ്യാപാരികളും ശക്തമായിട്ട് മുന്നോട്ട് വന്ന് ഈ ധർണയെ വിജയിപ്പിക്കണം. നമ്മുടെ ഈ പരിപാടിയിൽ നിയോജകമണ്ഡലത്തിന് എല്ലാവിധ അഭിമുഖങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇവിടെ നടന്ന ഈ പ്രതിഷേധ യോഗത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ ജില്ലാ മേഖല യൂണിറ്റിലെ ഭാരവാഹികൾ എല്ലാവരും തന്നെ വളരെ വിശദമായ രീതിയിൽ സംസാരിച്ചു. വ്യാപാരികൾക്ക് സ്വതന്ത്രമായി കച്ചവടം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു രീതി എവിടെ ആവിഷ്കരിക്കണം എന്നാണ് നമ്മുടെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇന്ന് ആഹ്വാനം ചെയ്തത്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ ഇവിടെ ഉണ്ടായ അനിഷ്ട സംഭവത്തിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ വളരെ യൂണിറ്റിലെ എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.